ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിത് 1 kg വെയിറ്റ് വരുന്ന ബാൻജോ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. ബാൻജോ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്കായാലും ബാൻജോ കേക്കിൻ്റെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കായാലും എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ 1 കിലോ വെയിറ്റ് വരുന്ന ബാൻജോ കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 kgയുടെ വൈറ്റ് സ്പഞ്ചും 1/2 kg ബ്ലാക്ക് സ്പഞ്ചും റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനിപ്പോൾ വൈറ്റ് സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ എടുക്കുമ്പോൾ ഇതുപോലെ വടിച്ചിട്ട് വേണം എടുക്കാൻ, കൊത്തി നിറച്ച് എടുക്കരുത് കേട്ടോ. ജസ്റ്റ് നമ്മൾ സാധാ ലെവൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ മൈദ എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഈ ഒരു രീതിയിൽ വടിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ പാൽപ്പൊടി, ഏത് കേക്ക് ചെയ്യുകയാണെങ്കിലും പാൽപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ ഒരു സ്പഞ്ചിന്. ഇതുപോലെ ഒരു 10 രൂപയുടെ ഒരു പാക്കറ്റൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിലേക്ക് കറക്റ്റ് ചെയ്ത് തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ പാൽപ്പൊടിക്ക് പകരം മിൽക്കിൻ്റെ എസൻസ് വാങ്ങാൻ കിട്ടും. മിൽക്ക് എസൻസ് ഉണ്ടെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1-2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാത്തവരാണെങ്കിൽ ഇനി മുതൽ ചേർത്ത് ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഞാനിപ്പോൾ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏലക്കാപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം അരിച്ചെടുക്കാൻ. അതിനുശേഷം ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബ്ലാക്ക് സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആ ഒരു സെയിം അളവിൽ തന്നെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1 ടീസ്പൂൺ മൈദ മാറ്റിയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ എപ്പോഴായാലും ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ നല്ലൊരു കളറൊക്കെ ഉണ്ടാവുക. ഇനിയിപ്പോൾ അതും ആ ഒരു സെയിം അളവിൽ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 പിഞ്ചോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് സ്പഞ്ചിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ ഒരു കൊക്കോ പൗഡറിൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ടാവുമല്ലോ, അത് മതി എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ 2 ഫ്ലോറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ബേക്ക് ചെയ്യാനുള്ള ബേക്കിംഗ് ടിന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ്. അതിലേക്ക് കുറച്ച് 2-3 ഡ്രോപ്പ് മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഓയിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്ക് പൊന്തി വരാതിരിക്കും കേട്ടോ. അധികമൊന്നും പൊങ്ങി വരാതിരിക്കും. അതുകൊണ്ട് മാക്സിമം കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദ എടുത്തിട്ട് ഒന്ന് തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ ബേക്കിംഗ് ടിന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ വൈറ്റും യെല്ലോയും കൂടി മിക്സ് ആക്കിയിട്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കാറ്. ഇനിയിപ്പോൾ നമുക്കത് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇലക്ട്രിക് ബീറ്ററിന് എത്ര സ്പീഡുണ്ടോ അതിനനുസരിച്ച് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്നാമത്തെ ലെവലിൽ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പതുക്കെ അതിൻ്റെ സ്പീഡ് കൂട്ടിക്കൊടുത്താൽ മതി. ആദ്യം തന്നെ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പതഞ്ഞിട്ട് ഫ്ലഫി ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പതുക്കെ ആ ഒരു ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഒരു അര കപ്പിലും താഴെ വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഫ്ലോർ എടുക്കുന്ന ആ ഒരു അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒരു ഒട്ടുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം അര കപ്പ് ഫ്ലോറിലേക്ക് അര കപ്പിലും താഴെ ആയിട്ട് ഒരു ടേബിൾ സ്പൂണോളം കുറച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എന്നാലും അത്യാവശ്യം നല്ല മധുരം തന്നെ കേക്കിനുണ്ടാവും. ഇനി പഞ്ചസാരയും കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു വൈറ്റ് കളർ ഒരു ക്രീം പരുവത്തിലാവുന്ന സമയം വരെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കോഴിമുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് കോഴിമുട്ടയ്ക്ക് ഒട്ടും തണുപ്പൊന്നും പാടില്ല കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവരുത്. അപ്പോൾ കുറച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കേക്ക് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ. ഈ ഒരു രീതിയിൽ കോഴിമുട്ട നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കണം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രീമായിട്ടുള്ള പരുവത്തിലാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അധികം ടൈമൊന്നും ബീറ്റ് ചെയ്യേണ്ട, ഒരു 10-15 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി, അതും ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് വെച്ചെടുക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ മിക്സാക്കി എടുക്കുകയാണെങ്കിൽ സിമ്പിളാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്പാച്ചിലൊന്നും കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ തവിയുണ്ടല്ലോ, നമ്മൾ സാധാരണ പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചട്ടകം, അത് ഉപയോഗിച്ചിട്ടായാലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലോർ ഇതുപോലെ 2-3 പ്രാവശ്യം ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മെല്ലെ പതുക്കെ വേണം കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മെല്ലെ ഏറ്റവും ലോ ആയിട്ട് നമുക്ക് മിക്സാക്കി എടുക്കുക. എന്നിട്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ കുക്കറൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് റിങ്ങോ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൻ്റെ മൂടിയല്ല കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്, വേറൊരു മൂടി കൊണ്ടാണ് മൂടിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റോളം 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് ബേക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ കേക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഇറുക്കിലോ സ്ക്വയറിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലീനായിട്ട് വരികയെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു കേക്ക് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കുക, ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം ആ ടിന്നിൽ നിന്നും റിമൂവ് ചെയ്താൽ മതി കേട്ടോ. ചൂടോട് തന്നെ ടിന്നിൽ നിന്ന് നമ്മൾ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ മുകൾ ഭാഗമൊന്നും ഒട്ടുന്നില്ല കേട്ടോ. തീരെ ഒട്ടാത്ത പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം ഹൈറ്റിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 കോഴിമുട്ട വെച്ചിട്ടില്ലേ ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് 2 പീസാക്കി കട്ട് ചെയ്യാനുള്ള വലിപ്പത്തിൽ തന്നെ ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ഞാനിപ്പോൾ ബ്ലാക്ക് സ്പഞ്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് സൺവിപ്പിൻ്റെ ക്രീമാണ് കേട്ടോ. ഇതാവുമ്പോൾ അത്യാവശ്യം നമുക്ക് മധുരം ഉണ്ടാവും, നല്ല ക്രീമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ വെച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമിന് നല്ലതുപോലെ തന്നെ തണുപ്പും ഉണ്ടാവണം. അതിൽ ക്രീമിൽ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങാൻ. എന്നാൽ നല്ല തണുപ്പും ഉണ്ടാവണം. എന്നിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ലോയിൽ നിന്നും ഹൈയിലേക്ക് പതുക്കെ ലെവൽ കൂട്ടിയിട്ട് ഈ ഒരു ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1.5 കപ്പ് വൈറ്റ് ചോക്ലേറ്റും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്ക്
വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് മെൽറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുമ്പോൾ 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എന്ന റേഷ്യോയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒഴിച്ച് കൊടുത്ത പാടന്നെ മിക്സാക്കി എടുക്കരുത് കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള രീതിയിൽ ചോക്ലേറ്റ് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കട്ടയൊക്കെ ഉള്ളതുപോലെ ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കേക്കൊക്കെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, വൈറ്റ് സ്പഞ്ചും ബ്ലാക്ക് സ്പഞ്ചും 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു കേക്ക് ബേസ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സ്പഞ്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വൈറ്റ് സ്പഞ്ചിൽ വേണമെങ്കിലും തുടങ്ങാം. അപ്പം ബ്ലാക്ക് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത് 1/4 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ് കേട്ടോ. അതാണ് ഷുഗർ സിറപ്പ്. അതും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബ്ലാക്ക് സ്പഞ്ച് വെച്ചതുകൊണ്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ വൈറ്റ് സ്പഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ഇതുപോലെ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റൊക്കെ സ്പ്രെഡാക്കി കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഈ ഒരു രീതിയിൽ കൂടുതൽ തന്നെ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചോക്കോ ചിപ്സിന് പകരം ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വൈറ്റ് സ്പഞ്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം വൈറ്റ് സ്പഞ്ച് വെച്ചവരാണെങ്കിൽ അടുത്തതായിട്ട് ബ്ലാക്ക് സ്പഞ്ച് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ആ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ ലെയർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ വൈറ്റ് സ്പഞ്ചും ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ വെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വൈറ്റ് ചോക്കോ ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 4 ലെയറും സെറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ബ്ലാക്ക് സ്പഞ്ച്, അതിനുശേഷം ലാസ്റ്റ് ലെയറായിട്ട് വൈറ്റ് സ്പഞ്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വെറ്റാക്കിയിട്ട് ജസ്റ്റ് ചെറിയൊരു കോട്ടിംഗ് ആയിട്ട് ഒരു ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രീം കുറച്ച് മാത്രം ആക്കി കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ അത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ തണുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ മുകളിൽ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ ലെവലാക്കിയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്കൊരു സ്ക്രൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്ഷമ വേണം കേട്ടോ. ഹോം ബേക്കേഴ്സിനൊക്കെ അറിയാം, കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ക്ഷമ വേണ്ട സ്റ്റെപ്പാണിത്. അപ്പോൾ കുറച്ച് ക്ഷമിച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് വേണം നമുക്കിത് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഒരേപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. കാരണം നമുക്ക് വാഞ്ചോ കേക്ക് ആയതുകൊണ്ട് തന്നെ മുകളിലേക്കായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പം അധികമൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇതാ അത്യാവശ്യം നല്ലതുപോലെ തന്നെ
ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ സൈഡിലേക്കൊക്കെ ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കുക. അത് തനിയെ അങ്ങനെ ഒഴുകിപ്പോയിക്കോളൂ കേട്ടോ. അതിന് സൈഡ് ഭാഗം മാത്രം ഇതുപോലെ സ്ക്രേപ്പർ വെച്ചിട്ട് ആ ഒരു ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുക. അധികം പ്രസ് ചെയ്യാതെ വേണം കേട്ടോ. ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് കട്ടയായി പോകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ലൈൻസ് ആക്കിയിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ലൈൻസ് വരച്ച് കൊടുക്കുന്നത്. അതിന് പകരം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടല്ലോ ഈ രീതിയിൽ ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ ഇറുക്കിലോ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കൈവിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ കിട്ടും. അപ്പോൾ ഉണ്ടല്ലോ വെഞ്ചോ കേക്കിൻ്റെ ഡിസൈന് ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ കേക്ക് മുഴുവനായിട്ട് തന്നെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് പേര് എഴുതി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം പേര് എഴുതി കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് പേര് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പേര് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റ് ഒലിച്ചിറങ്ങാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് കുറച്ച് ടൈം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പേര് എഴുതി കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ പേര് എഴുതുന്നതിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റും വിധം ഇതാ ഒന്ന് ലെവലാക്കിയിട്ട് പേര് എഴുതിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ബാക്കിയുള്ളതുകൊണ്ട് കുറച്ച് ഹാർട്ടും കൂടെ നമുക്കിതുപോലെ വരച്ച് കൊടുക്കാം. കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തും കൂടി ഞാൻ ആ ഒരു ചോക്ലേറ്റ് ബാക്കിയുള്ളതുകൊണ്ട് ഒരു ബോർഡറും കൂടെ വരച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ബാക്കിയില്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബോർഡർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഈ കേക്ക് ഇക്കായുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വൈഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അവരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ തന്നതാണ്. അപ്പോൾ ഉണ്ടല്ലോ നല്ല ഹൈറ്റിൽ തന്നെ നമുക്കിവിടെ ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഹോം ബേക്കേഴ്സിനൊക്കെ അറിയായിരിക്കും. ഒരു 1 kg തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനേക്കാളൊക്കെ കൂടുതൽ തന്നെ വെയിറ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരുവിധം ഡൗട്ട്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, മറുപടി തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.